സമയം 6 മണിയാണ്. കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് പ്രീ വർക്കൗട്ടും കുടിച്ച് നടക്കാനിറങ്ങി. ഓൾറെഡി ഷോൾഡർ ഇഞ്ചറി ആയതുകൊണ്ട് തന്നെ വർക്കൗട്ടുകളെല്ലാം നമ്മൾ നിർത്തി വെച്ചേക്കാണ്. ഒരു മോർണിംഗ് വാക്ക് എന്ന രീതിയിൽ ഒരു 20 മിനിറ്റ്സ് ജസ്റ്റ് നടന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് ഒരു 5 മിനിറ്റോളം മെഡിറ്റേറ്റ് ചെയ്തു. മെഡിറ്റേഷൻ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സംഭവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനുശേഷം ചെറിയൊരു സ്ട്രെച്ചിങ്ങും പിന്നെ കുറച്ച് നേരത്തേക്ക് വാളിലേക്ക് ജസ്റ്റ് കാല് മുകളിലേക്ക് വെച്ചിട്ട് നിൽക്കുക. നമ്മുടെ ബ്രെയിനിലേക്കും ഹെഡിലേക്കും ഒക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും, സഹായിക്കും എന്നാണ് പറയണത്. എൻ്റെ കറൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80.95 ആണ്. ഇത് നമുക്ക് 76 എത്തിക്കണം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് നേരെ ഞാൻ ഓഫീസിലേക്ക് പോയി. ഈ കാണാനാണ് എൻ്റെ ഓഫീസ്, തൃശ്ശൂർ ക്രൈം ബ്രാഞ്ച്. ഓഫീസ് കഴിഞ്ഞ് വന്നാൽ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ്മിൻ്റൺ ആണ്. ഒരു കാർഡിയോ എന്ന രീതിയിൽ വളരെ നല്ല സ്പോർട്സാണ് ബാഡ്മിൻ്റൺ എന്ന് പറയുന്നത്. ഈവനിങ് ഒരു 8 മണി മുതൽ 10 മണി വരെ ഞാൻ ബാഡ്മിൻ്റൺ കോർട്ടിലായിരിക്കും. നമ്മുടെ സെക്കൻഡ് ഗോളിന് വേണ്ടിയിട്ട് ഒരു ദിവസം മിനിമം 2 മണിക്കൂർ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മണിക്കൂർ പഠിച്ച് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഒരിക്കലും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ദിവസം മിനിമം ഒരു എക്സാം എഴുതണം, അതിൻ്റെ ഒരു നോട്ട് എഴുതണം, ആ നോട്ട് റിവിഷൻ ചെയ്യണം, അതുകൂടാതെ എക്സ്ട്രാ ഫാക്ട്സ് നോക്കണം, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പക്ഷേ വർക്കും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് മിനിമം കിട്ടുന്നത് 2 മണിക്കൂറാണ്. അത് മാക്സിമം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. ബിസിനസ് ചെയ്താലാണ് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ബിസിനസ് ചെയ്യണം, അതായിരുന്നു കുറച്ച് നാളത്തുള്ള ചിന്ത. അപ്പോൾ എനിക്ക് ഒരേ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നുള്ളൂ, ഒരു പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് സ്വന്തമായിട്ട് ആവശ്യക്കാരിലെത്തിക്കുക. അതായിരുന്നു എൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സ്വന്തമായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം, സ്വന്തമായിട്ട് നമുക്ക് ആവശ്യക്കാരിൽ എത്തിക്കാനും പറ്റണം. ഇതായിരുന്നു എൻ്റെ ബേസിക് ആയിട്ടുള്ള തോട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ന്യൂസിലൊക്കെ വന്ന സംഭവമായിരുന്നു, പഞ്ചസാരയുടെ വില കുറഞ്ഞു, അതേപോലെ തന്നെ കോഴിമുട്ടയുടെ വില കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കോൺഷ്യസ് ആയി എല്ലാവരും. പുതിയ തലമുറ കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആയി. നമ്മൾ ഈ കാർബ് കൂടുതൽ കഴിക്കാൻ മാറ്റിയിട്ട് പ്രോട്ടീനുള്ള ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി. മിക്ക ആൾക്കാരും ഹെൽത്ത് കോൺഷ്യസ് ആയി. അപ്പോഴാണ് ഈ പഞ്ചസാരയുടെ വില കുറയും, കോഴിമുട്ടയുടെ വില കൂടുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കോഴിമുട്ട ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? കാരണം ഇതൊരു ബെറ്റർ വേ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും പറ്റും. ആ പ്രൊഡക്റ്റ് കുറച്ചധികം നാൾ നമുക്ക് എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറെ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അധികം നാളത് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. പക്ഷേ കോഴിമുട്ട എന്ന സംഭവം കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം നാൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി വൈറ്റ് കോഴിമുട്ട അല്ലെങ്കിൽ ബ്രൗൺ കോഴിമുട്ട എന്നുള്ള രീതിയിൽ 2 രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 6 രൂപയ്ക്ക് വെച്ചിട്ട് വൈറ്റ് കോഴിമുട്ട പോകുന്നുണ്ട്. 8 രൂപ വെച്ചിട്ട് അതിന് മുകളിലൊക്കെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ 12 രൂപയ്ക്ക് ഒരു മുട്ടയ്ക്ക് വരുന്നുണ്ട്. ഇത് ബ്രൗൺ കോഴിമുട്ടയൊക്കെ. ഇപ്പം നാടൻ കോഴിമുട്ട എന്ന രീതിയിൽ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മുട്ട ബിസിനസ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള തോട്ട് വന്നു. ഒരു പ്രൈമറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള തോട്ട് മാത്രമാണ് വന്നത്. അപ്പോൾ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ഒറ്റ ഐഡിയാണ് വന്നത്, ജിമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിലാണ് ഏറ്റവും കൂടുതൽ കോഴിമുട്ട വാങ്ങുന്ന ആൾക്കാരുള്ളത്. അറിയാലോ, ഒരു വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിക്കണം. ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമ്മുടെ പ്രോട്ടീൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 രൂപ മിനിമം. 30 ദിവസം നമുക്ക് പ്രോട്ടീൻ പൗഡർ മാത്രം വേണം 3000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 രൂപ ഒരു സ്കൂപ്പ് പ്രോട്ടീനായി. അപ്പം അത് കൂടാതെ കോഴിമുട്ട, അത് ഇത് ചിക്കൻ, എഗ് എന്നൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീനൊക്കെക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോട്ടീന് പകരമായിട്ട് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ കോഴിമുട്ട. എന്തുകൊണ്ട് ലാഭമാണ് ഈ കോഴിമുട്ട കഴിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ജിമ്മിൽ നമുക്ക്
അപ്പം എൻ്റെ പ്രൈമറി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട സ്റ്റോർ ചെയ്തിട്ട് പൊതുവെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോഴിമുട്ട ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും നേരിട്ട് കടകളിൽ കൊണ്ടുകൊടുത്തിട്ട് ഇടനിലക്കാർ വഴിയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കടക്കാരിൽ ഇടനിലക്കാരായി നിന്നിട്ട് നമ്മുടെ ലാഭം അവർ എടുക്കുക. അതല്ലാതെ നേരിട്ടിട്ട് നമുക്ക് ജിമ്മിലുള്ള ആളുകൾക്ക് നേരിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് ഒരു നോർമൽ കടയിൽ നിന്ന് വാങ്ങണേക്കാൾ ₹1 ₹2 ലാഭം ₹1 ലാഭത്തിൽ മിനിമം ₹1 ലാഭത്തിലെങ്കിലും നമുക്ക് നേരിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് ചെയ്തിട്ട് ജിമ്മിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റണം. അതാണിപ്പോൾ എൻ്റെ പ്രൈമറി ആയിട്ടുള്ള ബിസിനസ് തോട്ട് വാങ്ങുന്നത്. അപ്പോൾ ഈ കോഴിനെ കുറിച്ച് അന്വേഷിച്ചു. കോഴിമുട്ട വേണമെന്ന് വെച്ചെങ്കിൽ ഡെയിലി മുട്ടയുടെ ഒരു വിഭാഗമുണ്ട്, BV 350 പറഞ്ഞിട്ടൊരു ഇത്തരം കോഴിയുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് അന്വേഷിച്ചു, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നുണ്ട് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിന് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ട്രാൻസ്പോർട്ടേഷനാണ്. എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇത് നേരിട്ട് ജിമ്മിൽ കൊണ്ടു കൊടുക്കാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇത് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എപ്പോൾ ആണെങ്കിൽ ഈ സാധനം പൊട്ടിപ്പോവാം, നമുക്ക് ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ കൊറിയർ ചെയ്യാനോ ഈ സംഭവം ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്പോർട്ടേഷൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ് ഈ കോഴിമുട്ട കേസിൽ. അപ്പോൾ അതൊരു എന്താ പറയുക നെഗറ്റീവാണ്. ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ ഡെയിലി കോഴി ഒരു മുട്ട ഇട്ട് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 കോഴിയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഡെയിലി നല്ല രീതിയിൽ മുട്ട ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഹോൾസെയിലായിട്ട് ജിമ്മുകളിലേക്ക് കൊടുക്കുകയാണ്. മറ്റുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങണേക്കാൾ ലാഭത്തിൽ ആർക്ക് കിട്ടണം, കസ്റ്റമേഴ്സിന് ഈ സാധനം കയ്യിലെത്തണം. അതാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ ബിസിനസ് ഐഡിയ തോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനെന്താണ് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഇതെന്തൊക്കെയാണ്, ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതിൻ്റെ കാര്യത്തിലേക്ക് നടക്കണം. That's it. ഇതാണ് പ്രൈമറി വന്നിട്ടുള്ള എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഫാമുകളിലൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുള്ളൂ, പ്രോസസ്സും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് വേണം അങ്ങനെ ഒരു സംഭവം നമ്മൾ ഫിക്സ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതൊരു പ്രൈമറി ഐഡിയ എന്നുള്ള നമ്മുടെ തലയിൽ വന്നൊരു തോട്ട് എന്നുള്ള രീതിയിൽ മാത്രം നിൽക്കുകയാണ്. കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ആണ് തോന്നുന്നത്. കാരണം എല്ലാവരും ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോൾ മുട്ട കഴിക്കുക അല്ലെങ്കിൽ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണ കാര്യമാണ്. ഒരു ദിവസം ഒരാൾ എഗ് വൈറ്റ് എന്തോരം കഴിക്കുന്നുണ്ട്, ഡെയിലി ഒരു മുട്ട എന്തെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത്. അതുകൂടാതെ വർക്കൗട്ടിങ് ആൾക്കാർ എക്സ്ട്രാ എഗ് വൈറ്റും കാര്യങ്ങളും പ്രോട്ടീനൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഐഡിയകൾ ഉണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കണം.